ഹലോ പെബിൾസ് മലയാളം ചാനൽ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് നാഗപട്ടണം ഹാർബറിന്റെ അടുത്തുള്ള ഒരു ഐസ് ഫാക്ടറിയാണ്. ഈ ഐസ് ഫാക്ടറിയിൽ എങ്ങനെയാ ഐസ് മേക്കിംഗ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വരൂ വീഡിയോയിലേക്ക് പോകാം. ബോട്ട് എടുത്തിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയത് ഈ ഐസാണ്. ഇന്ന് ഈ RM രേണുക ഐസ് പ്ലാന്റിലാണ് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിന്റെ അടുത്ത് ഐസ് ഒക്കെ കഴിക്കുന്നില്ലേ, അതിനും ഈ ഐസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരൂ നമ്മൾ ഈ ഐസ് ഫാക്ടറിയിൽ എങ്ങനെയാ മേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. രേണുക ഐസ് പ്ലാന്റിന്റെ ഓണർ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഇങ്ങനത്തെ ഐസ് ബാർ ഉണ്ടാക്കാൻ എന്തെല്ലാം ആവശ്യം? ഈ ബാർ ഐസ് ഉണ്ടാക്കാൻ നമുക്ക് ഈ 5 സാധനമാണ് വേണ്ടത്: കംപ്രസർ, കണ്ടൻസർ, എക്സ്പെൻഷൻ വേൾവ്, എവാപ്പറേറ്റർ, ബ്രിങ് ടാങ്ക്. ഇതിനെ കൊണ്ടാണ് ഞങ്ങൾ ഐസ് ഫാക്ടറിയിൽ ഈ ഐസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് കംപ്രസർ. ഇതാണ് അമോണിയം ഗ്യാസ്. നല്ലോണം മുകളിൽ നിന്ന് ചൂടാക്കിയിട്ട് വരുന്ന അമോണിയം ഗ്യാസിനെ തണുപ്പിച്ചിട്ട് 2 പൈപ്പിനും കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ കംപ്രസറിന്റെ പണി. ഇങ്ങനെ കൂളിംഗ് ആയിട്ട് വരുന്നത് അമോണിയം ടാങ്കിൽ പോകും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മെഷീനാണ് ഹീറ്റ് കൂളിംഗ് ഓയിൽ. ഇപ്പോ നമുക്ക് മുകളിൽ പോയിട്ട് ടവറിൽ എന്തെല്ലാം പണിയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ വരൂ. താഴെ അമോണിയമില് ഗ്യാസ് ആയിട്ട് ചൂടായിട്ട് വരുന്നതാണ് ഈ കൂളിംഗ് ടവറിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് കൂളിംഗ് ആയിട്ട് താഴെ വരുന്നത്. ഇപ്പൊ കൂളിംഗ് ആയിട്ട് മുകളിൽ നിന്ന് താഴെ വരുന്നത് ഈ കോയിലിന്റെ ഉള്ളിലാണ് പോവാ. അതിനെ കൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഐസായിട്ട് നമുക്ക് മാറ്റി കിട്ടുന്നത്. ഈ ടാങ്കിലാണ് അമോണിയം ഗ്യാസ് ഉള്ളത്. ടാങ്കിന്ന് കണ്ടൻസർ വഴിയായിട്ട് മുകളിൽ കൂളറിലേക്ക് പോയിട്ട് ആടന്ന് ചൂടായത് നല്ലോണം കൂളായിട്ട് തിരിച്ചും താഴെ വന്നിട്ട് ഇതിലിരുന്ന് തിരിച്ചും ആ ടാങ്കിലേക്ക് പോകുന്നതാണ് ഇതിന്റെ പ്രോസസ്. ഇത് അങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നതാണ് ഇതിന്റെ പണി. ഈ കോയിൽ എന്ന് പറഞ്ഞാൽ എന്തെന്നാ, നിങ്ങൾ ഫ്രിഡ്ജിന്റെ ബയ്യപ്പുറത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ? S ഷേപ്പില് ഇങ്ങനെ അതേപോലെ തന്നെയാണ്. അവിടെ തൊട്ട് ഈ ലാസ്റ്റ് വരെ കോയിൽ അടിയിൽ ഉണ്ടാവും. അതിനെ കൊണ്ടാണ് ഈ വാട്ടർ കുറച്ച് ചിൽനെസ് ആകുന്നത്. ഈ നല്ല വെള്ളം ഐസ് ബാർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ചേട്ടാ, നിങ്ങൾ ഈ ഐസ് ബാർ ഉണ്ടാക്കാൻ എന്ത് വെള്ളം യൂസ് ആക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഈ ബോക്സിൽ കാണുന്നത് നല്ല വെള്ളം. ഇതിന്റെ താഴെ ഉള്ളത് ഉപ്പുവെള്ളമാണ്. അമോണിയം ഗ്യാസ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് കണ്ടൻസർ താഴെ വരുന്നതുകൊണ്ടാണ് ഈ നല്ല വെള്ളമാണ് നമുക്ക് ഐസ് ബാർ ആയിട്ട് കിട്ടുന്നത്. ഉപ്പുവെള്ളത്തില് ഐസ് ബാർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ടാങ്ക് എത്ര വെള്ളം പിടിക്കും? ഈ ഒരു ബാർ ഐസ് എത്ര കിലോ ഉണ്ടാവും? 50 കിലോ. 50 ലിറ്റർ തണ്ണി ഊറ്റണോന്നാ 50 കിലോ. ഇപ്പോ ഇതിന്റെ അടിയിലുള്ള ഉപ്പുവെള്ളോ നമ്മളെ കടലിന്റെ വെള്ളമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് കലക്കുന്ന വെള്ളമാണോ? சரிங்க. ഇപ്പോ ഇത് ഐസ് ബാർ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തില് 125 ചാക്ക് ഉപ്പാണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ മെഷീനില് ഇതിന്റെ അളവ് നമുക്ക് കാണിക്കോ. 1200 സെൽഷ്യസ് ഇരുന്നാല് ഇവിടുത്തെ വെള്ളത്തില് ഐസ് ബാർ നമുക്ക് നല്ല പോലെ വരും. നിങ്ങൾക്ക് അടുത്ത് തന്നെ കടൽ വെള്ളം ഉണ്ടല്ലോ, അത് യൂസ് ആക്കാമല്ലോ. ഇപ്പോ ഈ ഐസ് ബാർ ഉണ്ടാക്കുന്ന സ്ഥലം താഴെ നല്ലോണം പ്ലേറ്റ് കൊടുത്തിട്ട് 8 mm തെർമോക്കോളിൽ കൊടുത്തിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് താഴെ വെച്ചിട്ടുള്ളത്. ഒരു 6 മാസം വരെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഐസ് ബാർ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ ടോട്ടൽ വെള്ളമും എടുത്ത് ക്ലിയർ ആക്കിയിട്ട് പിന്നെയും തിരിച്ച് ഫ്രഷ് ആയിട്ട് ന്യൂ വാട്ടർ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഐസ് ബാർ ഉണ്ടാക്കുന്നത്. ഒരു ഐസ് ഉണ്ടാക്കാൻ എത്ര ഡിഗ്രി വരെ നമുക്ക് വരണം? ഇപ്പൊ സാധാരണ 0 ഡിഗ്രിന്ന് നിങ്ങൾ നല്ല വെള്ളം പാർന്ന് താഴെ വെച്ചാൽ ഒരു 10 ഡിഗ്രി വന്നാൽ ഐസ് നല്ലപോലെ ഐസ് ബാർ ആയിട്ട് മാറി എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അതിനെ നമുക്ക് പുറത്തെടുക്കാം.
ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് 9.7 ഡിഗ്രിയിലുള്ള ഒരു ഐസ് ബാർ. ഇനി ഒരു 3% കഴിഞ്ഞാൽ ഇത് ഒരു പെർഫെക്റ്റ് ഐസ് ബാർ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഈ ഐസ് ഫാക്ടറിയിൽ ടോട്ടൽ ആയിട്ട് താഴെ എത്ര ഐസ് ബാർ ആണ് വെക്കുന്ന സ്ഥലം ഇവിടെ ഉള്ളത്? നിങ്ങൾ ഒരു പ്രാവശ്യം മെഷീൻ റൺ ചെയ്താൽ എത്ര ഐസ് ബാർ ആണ് ഉണ്ടാക്കുക? 270 ഉണ്ടാക്കുവോ? ഒരേ ദിവസത്തിൽ എല്ലാ ഐസ് ബാറും എടുക്കാൻ പറ്റില്ല. ഇത് ഒരു ദിവസം വെച്ചിട്ട് ബാക്കി അടുത്ത ദിവസത്തിന് ചേർത്ത് തന്നെ വെക്കണം. ഇത് റോളിംഗ് ആണ്. ഒരു പ്രാവശ്യം ഒന്ന് എടുത്താൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പ്രാവശ്യം അത് എടുക്കുന്ന പോലെയാണ്. അപ്പാണ് അതിന്റെ ഒരു ടെമ്പറേച്ചർ ലെവലായിട്ട് വരുന്നത്. ഈ അമോണിയം ഗ്യാസ് ഇങ്ങനെ റൊട്ടേഷൻ ആകുന്നതുകൊണ്ടാണ് ആ ഉപ്പുവെള്ളത്തില് ഇങ്ങനെ അമോണിയം ഗ്യാസ് പോയിട്ട് വരുന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ഹീറ്റിലാണ് ഈ ഇരുമ്പ് ഐസ് ബാറിന്റെ കൂളിംഗ് കുറച്ചായിട്ട് കേറിയിട്ട് ഇങ്ങനെ നമുക്ക് ഐസ് ബാർ ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ഉപ്പുവെള്ളം ചേർത്താല് അത് ഐസ് ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ഒരു ബാർ ഐസ് ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണ്ടി വരും? ചേട്ടാ ഇവിടെ എന്താ 1, 2, 3 എഴുതിയിട്ടില്ല? അത് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരേ നേരത്തിൽ എല്ലാ ഐസ് ബാറും എടുക്കാൻ പാടില്ല. ഇപ്പൊ 1 എടുത്താൽ പിന്നെ 3, 5, 7 അങ്ങനെ എടുക്കും. അത് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 2, 4, 6, 8 അങ്ങനെയാണ് ഈ ഐസ് ബാർ ഞങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ ഫാക്ടറി റൺ ചെയ്യാൻ കറണ്ട് ആവശ്യമാണ്. ഈ കറണ്ട് പ്രശ്നം എന്തെങ്കിലും പവർ കട്ട് സമയത്ത് നിങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? പവർ കട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ 1 മണിക്കൂർ നമ്മൾ ഓഫ് ആക്കി വെച്ചാൽ അത് കൂളിംഗ് 2 മണിക്കൂർ ഡൗൺ ആയി പോകും. ഇപ്പോ 18 മണിക്കൂറിൽ ചെയ്യുന്ന ഈ കാര്യം പവർ കട്ടാണെങ്കിൽ ആ സമയം പോലെ എക്സ്ട്രാ ഒരു 2 മണിക്കൂർ, 20 മണിക്കൂർ, 22 മണിക്കൂർ വെച്ചിട്ട് എടുക്കേണ്ടി വരും. ചേട്ടാ ഈ ബോക്സ് ഒന്നൊന്നോ 50 kg വരുന്നുണ്ട്. ഇത് എങ്ങനെയാ നിങ്ങൾ അകത്ത് വെക്കുന്നത്, എടുക്കുന്നത്, അതിനെ കുറിച്ച് പറയൂ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മെഷീനാണ് ഹൈഡ്രാൾ. ഇതിനെ കൊണ്ടാണ് ഞങ്ങൾ ഐസ് ബാർ ഉണ്ടാക്കുന്നത്. സാധാരണ ചില സമയത്ത് കമ്പി കൊണ്ട് കയ്യിലും എടുക്കും. മാക്സിമം ഈ ഹൈഡ്രാളിനെ കൊണ്ടാണ് ഞങ്ങൾ മരപ്പലകന്റെ അടിയിൽ വെക്കുന്നത്. ഐസ് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ മെഷീൻ ഉണ്ട്. ഇവിടെ നിന്നാണ് ബോട്ടിലേക്ക് ഐസ് കൊണ്ടുപോകുന്നത്. ഐസ് ബാറായിട്ട് കൊണ്ടുപോയില്ല. ഇങ്ങനെ നമുക്ക് 1/2 ഇഞ്ച് 1.5 ഇഞ്ച് അങ്ങനെ 2 മെഷീൻ ഇവിടെ ഉണ്ട്. അതിലാണ് ഇപ്പോ നിങ്ങൾ ഐസ് പൊട്ടിക്കുന്നത് കാണുന്നത്. ഇവിടെ തന്നെ ഞങ്ങൾ ബോർ വാട്ടർ എടുക്കലില്ല. ഈ ഐസ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് തനിയെ ഒരു വെള്ളം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ടാങ്കർ ലാരി വെള്ളം മേടിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ആ നല്ല വെള്ളത്തിലാണ് ഈ ഐസ് ബാർ ഉണ്ടാക്കുന്നത്. ചേട്ടാ ഈ ഒരു ഐസ് ബാർ എന്താ റേറ്റ്? ഇവിടെ നിങ്ങൾ ലൂസിൽ മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു ബാറിന് 100 രൂപ. അങ്ങനെ ഈ ബാർ അങ്ങനെ തന്നെ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80 റുപ്പീസിനാണ് ഞങ്ങൾ ഇവിടെ സെയിൽസ് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, ഈ ഫാക്ടറിയിൽ എങ്ങനെയാ ഐസ് ബാർ ഉണ്ടാക്കുന്നതെന്ന് നല്ലൊരു വിശദീകരണം നിങ്ങൾ എനിക്ക് തന്നു. താങ്ക് യു.